ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ക്ലീനിങ് വ്ളോഗാണ്. നമുക്ക് കിച്ചൺ ക്ലീനിങ് ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ട് ഒന്ന് അഭിപ്രായം ഒന്ന് പറയണേ. കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് കുറച്ച് മുഖത്ത് എന്തെങ്കിലും ഇടാം, മുഖസംരക്ഷണം മുഖ്യമാണല്ലോ. അങ്ങനെ നേരെ പോയി ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോയും പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പൊടി രണ്ടും കൂടെ ഉണക്കി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്തിട്ട് അതിൻ്റെ കൂടെ പാലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കാറ്. ഒന്നീ പാലില്ലെങ്കിൽ തൈര്, അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്നൊന്നും റിസൾട്ടൊന്നും വരത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഇട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നല്ല റിസൾട്ട് വരും. പക്ഷേ ടാനും കാര്യങ്ങളൊക്കെ മാറും. ഞാൻ മുഖത്തും നെക്കിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് പാക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ മുഖം ഇങ്ങനെ വലിയത്തില്ല. നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ മുഖം വലിഞ്ഞ് ചുളിവ് വീഴും. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഒരിടത്ത് അനങ്ങാതിരിക്കരുത്. നമുക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യാം. കുറച്ച് നേരം നമ്മൾ മിണ്ടാതിരുന്നാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മുഖം വലിയുന്ന കണക്ക് വരും. പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു. 2 സെക്ഷനായിട്ടാണ് ഞാൻ തുണി എടുത്ത് കഴുകുന്നത്. ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടുന്നതും പിന്നെ അല്ലാതെ കൈ കൊണ്ട് കഴുകുന്നത്. ചേട്ടൻ്റെ തുണിയാകുമ്പോൾ ചേട്ടൻ വാഷിംഗ് മെഷീനിൽ ഇടാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. നമുക്ക് താഴെ അത്യാവശ്യം ഏരിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുകളിലാണ് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ചെന്ന് ഞാൻ സോപ്പ് പൊടിക്കകത്താണ്, ലിക്വിഡല്ല, മറ്റേ നമ്മൾ സാധാ ഏരിയയിലെ സോപ്പ് പൊടിയില്ലേ, അതിനകത്താണ് ഞാൻ നനയ്ക്കുന്നത്. അതിനകത്തിട്ടിട്ട് പിന്നെ കുറച്ച് വിശ്രമിക്കണം ഗൈസ്. എന്ന് വെച്ചാൽ നടുവെല്ലാം ഒടിഞ്ഞ് കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത് കാണാം കേട്ടോ.